എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വയർ ജോയിൻറ്റും ക്രിമ്പിങ്ങും ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ സോൾഡറിങ്ങിനെ പറ്റിയാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്: സ്റ്റേറ്റ് ദി നെസസിറ്റി ഓഫ് സോൾഡറിങ് ആൻഡ് ടൈപ്സ് ഓഫ് സോൾഡറിങ്, സോൾഡറിങ്ങിൻ്റെ ടൈപ്പ്, അതുപോലെ തന്നെ സോൾഡറിങ്ങിൻ്റെ ആവശ്യകത എന്താണ്. എക്സ്പ്ലെയിൻ ദി ടൈപ്പ് ഓഫ് സോൾഡർ ആൻഡ് ഫ്ലക്സ് യൂസ്ഡ് ഫോർ സോൾഡറിങ് അലൂമിനിയം കണ്ടക്ടർ. ഇവിടെ അലൂമിനിയം കണ്ടക്ടറിൽ സോൾഡർ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന സോൾഡറുകളെ പറ്റിയും ഫ്ലക്സുകളെ പറ്റിയും നമ്മൾ അതിൻ്റെ ടൈപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആദ്യം കോപ്പറിൻ്റെ സോൾഡറിങ് എളുപ്പമാണ്. കോപ്പർ കണ്ടക്ടറിൻ്റെ സോൾഡറിങ് എളുപ്പമാണ്, അതിനെപ്പറ്റിയാണ് ആദ്യം പറയുക. പിന്നെ നമ്മൾ അലൂമിനിയം കണ്ടക്ടർ സോൾഡർ ചെയ്യുന്നതിനെ പറ്റി, സ്റ്റേറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സോൾഡറിങ് ആൻഡ് ബ്രേസിങ്. അടുത്തതായിട്ട് സോൾഡറിങ്ങും ബ്രേസിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതിനെ പറ്റി ചെറിയ തോതിലൊന്ന് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. സോൾഡറിങ് എന്ന് പറഞ്ഞാൽ, സോൾഡറിങ് ഈസ് ദി പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റൽ പ്ലേറ്റ്സ്. രണ്ട് മെറ്റൽ പീസുകൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള പ്രോസസ്സാണ് സോൾഡറിങ്. അല്ലെങ്കിൽ രണ്ട് കണ്ടക്ടറുകൾ ജോയിൻ ചെയ്യാനുള്ള പ്രോസസ്സാണ്. എങ്ങനെ? വിത്തൗട്ട് മെൽറ്റിംഗ് ദം. ആ കണ്ടക്ടറുകൾ എന്ത് ചെയ്യില്ല, ഉരുകി പോകാതെ, മെൽറ്റ് ചെയ്യാതെ കണ്ടക്ടറുകൾ നമ്മൾ ജോയിൻ ചെയ്യാനുള്ള പ്രോസസ്സാണ് സോൾഡറിങ്. എന്തുപയോഗിച്ച്? വിത്ത് ആൻ അലോയ്. ഒരു അലോയ് ഉപയോഗിച്ചിട്ട്, രണ്ട് മെറ്റലുകൾ കൂട്ടി ഉണ്ടാക്കിയതിനാണ് അലോയ് എന്ന് നമ്മൾ പറയുക. രണ്ടോ അതിലധികമോ മെറ്റൽ കൂടിച്ചേർന്ന സാധനങ്ങൾ നമ്മൾ അലോയ് എന്ന് പറയും. അപ്പോൾ അലോയ്കൾ കൂടിച്ചേർന്ന് കാൾഡ് സോൾഡർ. ഈ അലോയിനെ പറഞ്ഞ പേരാണ് സോൾഡർ. ആ സോൾഡർ ഉപയോഗിച്ചാണ് നമ്മൾ രണ്ട് കണ്ടക്ടറുകളെ ജോയിൻ ചെയ്യുന്നത്. ഈ സോൾഡറിൻ്റെ പ്രത്യേകത എന്താണ്? വൂസ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ മെറ്റൽ ടു ബി സോൾഡർ. നമുക്ക് സോൾഡർ ചെയ്യേണ്ട കണ്ടക്ടർ ഏതാണ് അല്ലെങ്കിൽ പ്ലേറ്റ് ഏതാണോ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനേക്കാൾ കുറവ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള സാധനമായിട്ടാണ് നമ്മൾ സോൾഡർ ഉപയോഗിക്കുക. സോൾഡറായിട്ട് ഉപയോഗിക്കുന്ന അലോയ്ക്ക് നമ്മൾ ഏത് കണ്ടക്ടറാണോ സോൾഡർ ചെയ്യേണ്ടത് ആ സോൾഡർ ചെയ്യേണ്ട കണ്ടക്ടറിനേക്കാൾ വളരെ കുറഞ്ഞ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് ഉരുകുന്ന ഒരു സാധനമായിരിക്കും സോൾഡർ. എന്നാൽ നമ്മളെ കണ്ടക്ടറോ പെട്ടെന്ന് ഉരുകില്ല. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് സോൾഡറിങ്. അങ്ങനെ ഉരുക്കിയ ഈ മെറ്റൽ രണ്ട് സർഫേസിൻ്റെ മുകളിലെയും ആഡ് ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്യാനും വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ഒരു തിൻ ഫിലിം ഓഫ് സോൾഡറിൻ്റെ ഒരു തിൻ ഫിലിം ഉണ്ടാവും. അതെന്ത് ചെയ്യും? നമ്മൾ ആ സർഫേസിൽ മുഴുവനായിട്ടും വ്യാപിച്ചിട്ട് അതൊരു ജോയിൻ്റായിട്ട് മാറും. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ കൂടുതലായിട്ട് പറയുന്നുണ്ട്. സോൾഡറിങ്ങിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്? വയർ ആൻഡ് കേബിൾ ജോയിൻറ്റ് ഷുഡ് ഹാവ് ദ സെയിം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് മെക്കാനിക്കൽ സ്ട്രെങ്സ് ആസ് ദാറ്റ് ഓഫ് എ പാരന്റ് കണ്ടക്ടർ. നമ്മൾ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടക്ടറിൻ്റെ അതേ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും മെക്കാനിക്കൽ കണ്ടക്ടിവിറ്റിയും നമുക്ക് കേബിളോ വയറോ ജോയിൻ്റ് ചെയ്യുമ്പോൾ കിട്ടണം. ദിസ് കനോട്ട് ബി അച്ചീവ്ഡ് ബൈ എ മെയർ മെക്കാനിക്കൽ ജോയിൻറ്റ്. ഇങ്ങനെ നമ്മൾ വയർ ജോയിൻറ്റുകൾ പഠിച്ചു. അപ്പോൾ അങ്ങനെ മെക്കാനിക്കൽ ജോയിൻറ്റ് മാത്രം നമ്മൾ ചെയ്താൽ എന്ത് ചെയ്തിട്ടില്ല, രണ്ടും ഇലക്ട്രിക്കലി ആൻഡ് മെക്കാനിക്കലി സ്ട്രോങ് ആയിട്ട് കിട്ടാൻ പ്രയാസമാണ്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ such cable joints are soldered to have good mechanical strength. അങ്ങനെ നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു സോൾഡറിങ് കൂടി ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് ആൾസോ ടു അവോയ്ഡ് കൊറോഷൻ ഒഴിവാക്കുകയും ചെയ്യാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. ഗുഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത്തും കിട്ടും, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും, അതുപോലെ കൊറോഷൻ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ സോൾഡറിങ് ഉപയോഗിക്കുന്നത് ആദ്യം നമ്മൾ പറഞ്ഞു, സോൾഡർ അതൊരു അലോയ് ആണ്. ദി മെറ്റൽ അലോയ് യൂസ്ഡ് ആസ് എ ബോണ്ടിങ് ഏജൻറ്റ് ഇൻ സോൾഡറിങ് ഈസ് കാൾഡ് എ സോൾഡർ. രണ്ട് മെറ്റലുകൾ തമ്മിൽ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബോണ്ടിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ അലോയിന് പറഞ്ഞ പേരാണ് സോൾഡർ. സോൾഡറുകൾ ഇങ്ങനെ നമുക്ക് സോൾഡറിങ്ങിൻ്റെ വയർ നമുക്കിങ്ങനെ കിട്ടും. ഏറ്റവും കൂടുതലായിട്ട് solder used for soft soldering consists of an alloy.
സോഫ്റ്റ് സോൾഡറിങ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സോൾഡറിങ് സോഫ്റ്റ് സോൾഡറിങ് ആണ്. ആ സോൾഡർ ഉപയോഗിക്കുന്ന അലോയ് മോസ്റ്റ്ലി ടിൻ ആൻഡ് ലെഡ്, ടിന്നും ലെഡും കൂട്ടിച്ചേർന്ന കൂട്ടിച്ചേർത്ത അലോയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സോൾഡർ. ഫോളോവിങ് ആർ ദി ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ടിൻ ആൻഡ് ലെഡ് യൂസ്ഡ് ഇൻ സോൾഡർ. ഇവിടെ നോക്കുക, ഓരോന്നിൻ്റെ പേര്, പിന്നെ അതിൻ്റെ കമ്പോസിഷൻ എത്രയാണ്, ടിൻ എത്ര കൂട്ടിയിട്ടുണ്ട്, ലെഡ് എത്രയാണ് അതിൻ്റെ കൂട്ടിച്ചേർത്തത്, പിന്നെ അതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ, പിന്നെ എവിടെയാണത് ഉപയോഗിക്കുന്നത്. ആദ്യം പ്ലംബിംഗ് ആർ ടിൻസ്മാൻ സോൾഡർ. പ്ലംബിംഗ് ആൻഡ് ടിൻസ്മാൻ, പ്ലംബിംഗ് സോൾഡർ, പ്ലംബിംഗ് ചെയ്യുമ്പോൾ അതിൽ ചെയ്യുന്ന സോൾഡറാണ് ടിൻസ്മാൻ. അതിലുപയോഗിക്കുന്ന കോമ്പോസിഷൻ ടിൻ 50%, ലെഡ് 50%. വർക്കിംഗ് ടെമ്പറേച്ചർ 212 ഡിഗ്രി സെൽഷ്യസ് ഓർ 413 ഡിഗ്രി ഫാരഡ്. അത് ഉപയോഗിക്കുന്ന ഹെവി ഡ്യൂട്ടി സോൾഡറിങ്ങിനാണ്, വലിയ പിന്നെ പൈപ്പുകളും ഇതൊക്കെ സോൾഡർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ഇലക്ട്രീഷ്യൻ സോൾഡറിൽ ടിൻസ് 60%, ലെഡ് 40%. ഈ മൂന്ന് ഓർത്ത് വെക്കണം. ഇത് എക്സാമിന് പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ വർക്കിംഗ് ടെമ്പറേച്ചർ 155 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 365 ഡിഗ്രി ഫാരഡ്. അതിൻ്റെ ഉപയോഗം ടിന്നിങ് ആൻഡ് സോൾഡറിങ് ഇലക്ട്രിക്കൽ ജോയിൻറ്റ് സോൾഡർ ചെയ്യാനും വേണ്ടിയാണ്. ഇനി ഫൈൻ സോൾഡർ, അതിൽ ടിൻ 63%, ലെഡ് 37%, 183 ഡിഗ്രി ഓർ 361 ഡിഗ്രി ഫാരഡ്. ടിന്നിങ് ബാർ ഇലക്ട്രോണിക് കോമ്പൗണ്ട് ആണ്. ഇലക്ട്രോണിക് കോമ്പൗണ്ടുകളൊക്കെ പിന്നെ ചൂട് കൂടിയാൽ അത് കത്തിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഫൈൻ സോൾഡറാണ് അതിന് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യൻ സോൾഡർ ഉപയോഗിക്കുക. ടിൻ 60%, ലെഡ് 40% നോക്കുക. പിന്നെ 155 ഡിഗ്രി സെൽഷ്യസ് 365 ഡിഗ്രി ഫാരഡ് ആണ് അതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എന്നുള്ളതും ഓർത്ത് വെക്കുക. ഇനി അടുത്ത ഫ്ലക്സ്. സോൾഡറിനെ പറ്റി ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. സോൾഡർ ഒരു അലോയ് ആണ്. ഇവിടെ ഇനി അടുത്ത ഫ്ലക്സ് ആണ്. ഫ്ലക്സ് ഇസ് എ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു ഡിസോൾവ് ഓക്സൈഡ്സ് ഓൺ ദി സർഫേസ് ഓഫ് കണ്ടക്ടേഴ്സ്. ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ആണ്. അത് ഉപയോഗിക്കുന്നത് നമ്മൾ സോൾഡർ ചെയ്യാൻ ഉള്ള കണ്ടക്ടറുകളുടെ മുകളിലുള്ള ഓക്സൈഡുകളുടെ ഡിസോൾവ് ചെയ്യാനും വേണ്ടി, ഓക്സൈഡ്സ് ഇല്ലാതാക്കാനും വേണ്ടി. അതേപോലെ തന്നെ ആൻഡ് പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് ഡീ ഓക്സിഡൈസേഷൻ ഡ്യൂറിങ് ദി സോൾഡറിങ് പ്രോസസ്സ്. സോൾഡർ ചെയ്യുന്ന സമയത്ത്, സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഡീ ഓക്സിഡൈസേഷൻ സംഭവിക്കാതിരിക്കാനും വേണ്ടിയാണ് ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്ലക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, നമ്മൾ കണ്ടക്ടറിൻ്റെ സർഫേസിലുള്ള ഓക്സൈഡ്സിനെ ഒഴിവാക്കാനും അതേപോലെ തന്നെ വീണ്ടും ഓക്സിഡൈസേഷൻ സംഭവിക്കാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഫ്ലക്സുകൾ ഉപയോഗിക്കുന്നത്. ഫ്ലക്സ് ആണ് ഈ കാണുന്നത്. രണ്ട് തരത്തിലും നമുക്ക് പർപ്പസ് ഓഫ് ദി ഫ്ലക്സ് ഈസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഡിസോൾവ് ഓക്സൈഡ്സിനെ ഡിസോൾവ് ചെയ്യുക. അതേപോലെ സൾഫൈഡ്സ് ഇതിനൊക്കെ പിന്നെ സർഫേസിലുള്ള ഓക്സൈഡ്സിനും സൾഫൈഡ്സിനൊക്കെ ഇല്ലാതാക്കുക. അതുപോലെ ദെർബൈ മേക്കിംഗ് ദി സോൾഡറിങ് സർഫേസ് ഫ്രീ ഓഫ് ഓക്സൈഡ്സ് ആൻഡ് ഡേർട്ട്. നമ്മൾ സോൾഡറിങ് ചെയ്യുന്ന സർഫേസ് ഇതാണ്, ഓക്സൈഡ്സ് അതേപോലെ തന്നെ പിന്നെ ഡേർട്ടൊന്നും ഇല്ലാതെ ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഡിസോൾവ് ഓക്സൈഡ്സ്. പ്രിവെൻറ്റ് റീ ഓക്സിഡൈസേഷൻ, വീണ്ടും ഓക്സിഡൈസേഷൻ വരാതിരിക്കാൻ. ദെർബൈ മേക്കിംഗ് ദി സോൾഡർ അതർ ടു ദി സർഫേസ് ടു ബി സോൾഡർ. സോൾഡർ ചെയ്യുന്ന സർഫേസിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ സോൾഡർ ശരിക്കും പിന്നെ പറ്റിപ്പിടിക്കാൻ സഹായിക്കുക. മൂന്നാമത്തത് ഫെസിലിറ്റേറ്റ് ദി ഫ്ലോ ഓഫ് സോൾഡർ ത്രൂ സർഫേസ് ടെൻഷൻ സോ ആസ് ടു മേക്ക് ദി സോൾഡർ ഫ്ലോ ഇൻ ടു ദി സർഫേസ് ടു ബി സോൾഡേഡ്. മൂന്നാമതായിട്ട് സോൾഡർ ഉരുകിയിട്ട് എന്ത് ചെയ്യുക, സർഫേസിൽ മുഴുവനായിട്ടും ഫ്ലോ ചെയ്യാനും വേണ്ടി സഹായിക്കുക. ഇങ്ങനെ മൂന്നെണ്ണം. ഒന്ന് ഡിസോൾവ് ഓക്സൈഡ്സ്, രണ്ട് പ്രിവെൻറ്റ് ഓക്സിഡേഷൻ, മൂന്ന് ഫെസിലിറ്റേറ്റ് ദി ഫ്ലോ ഓഫ് സോൾഡർ. ഇനി ദി സ്റ്റേറ്റ് ഓഫ് ദി ഫ്ലക്സ് ക്യാൻ ബി സോളിഡ് ഓർ ലിക്വിഡ്. നമുക്ക് ഫ്ലക്സ് സോളിഡ് രൂപത്തിലും അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലും നമുക്ക് കിട്ടും. അപ്പോൾ ഫ്ലക്സ് ഉപയോഗിക്കുന്നത് ഓക്സിഡൈസേഷൻ ഇല്ലാതാക്കാനെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഫ്ലക്സുകൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ടൈപ്പ് ഓഫ് സോൾഡേഡ് ഓഫൺ ഡിറ്റർമൈൻ ദി ഫ്ലക്സ് ടു ബി സോൾഡേഡ് ഫോർ സോൾഡറിങ്. ദി ഫോളോയിങ് ടേബിൾ ഇസ് ദി ഫ്ലക്സ് യൂസ്ഡ് ഫോർ സോൾഡറിങ്. സോൾഡറിങ്ങിന് ഉപയോഗിക്കുന്ന ഫ്ലക്സുകൾ താഴെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതിൽ
സൂട്ടബിൾ ഫ്ലക്സ് ഏതൊക്കെയാണ് സൂട്ടബിൾ ഫ്ലക്സ്, എന്താണ് ജോബ്, പിന്നെ ടൈപ്പ് ഓഫ് സോൾഡർ പിന്നെ നമ്മൾ സോൾഡറിൻ്റെ ടൈപ്പ്, സിങ്ക് ക്ലോറൈഡ് അത് ഉപയോഗിക്കുന്ന മെറ്റൽ അല്ലെങ്കിൽ ജോബ് ഏതാണെന്നുള്ളതാണ്. കാസ്റ്റ് അയൺ, റോട്ട് അയൺ, മെൽഡ് സ്റ്റീൽ, കാസ്റ്റ് സ്റ്റീൽ, ബ്രാസ്, ബ്രോൺസ്, കോപ്പർ ഇങ്ങനത്തതിനൊക്കെ ഫോർ സോൾഡറിങ് അറ്റ് ലോ ടെമ്പറേച്ചറിലാണ് സോൾഡർ ചെയ്യണമെങ്കിൽ സിങ്ക് ക്ലോറൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടിൻമാൻ സോൾഡർ, ഫൈൻ സോൾഡറുമാണ് ഉപയോഗിക്കുക. ഇലക്ട്രോണിക്സ് കമ്പൗണ്ടുകൾ സോൾഡർ ചെയ്യാനാണ് ഫൈൻ സോൾഡർ. അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് സിങ്ക് ക്ലോറൈഡ് ഉപയോഗിക്കുക. പിന്നെന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 10%, ഡയല്യൂട്ട് വിത്ത് വാട്ടർ 90%. വാട്ടർ 90% ഹൈഡ്രോക്ലോറിക് ആസിഡ് 10% ചേർത്തിട്ടുള്ള നമുക്ക് ഫ്ലക്സ് ഉണ്ടാക്കാം. എന്നിട്ട് അതിൽ എന്താണ് സിങ്ക് ഗാൽവനൈസ്ഡ് അയൺ, ഇവിടെയാണ് നമ്മളിത് ഉപയോഗിക്കുക കൊയാസ് സോൾഡറിൽ. സാൽ അമോണിയാക് റെസിൻ നോട്ട് ഫുള്ളി ആസിഡ് ഫ്രീ. കോപ്പർ, ബ്രാസ്, ടിൻ പ്ലേറ്റ്, ഗൺ മെറ്റൽ ഫോർ ക്ലീൻ ആൻഡ് ഫൈനർ ഓഫ് സോൾഡറിങ് വർക്ക്, അതും കൊയാസ് സോൾഡറിലാണ്. ഇനി നമുക്ക് വേണ്ടത് റസിൻ, ജോയിനിങ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. റസിൻ എന്ന് പറഞ്ഞാൽ ഫ്ലക്സാണ് ഉപയോഗിക്കുക ഇലക്ട്രീഷ്യൻ സോൾഡറിൽ. അതേപോലെ തന്നെ എന്താണ് ടാലോ, ടർപ്പൻറ്റൈൻ ആൻഡ് ആസിഡ് ഫ്രീ ആണ്. ഇതും ഫോർ ജോയിനിങ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ഫോർ സോൾഡറിങ്. ഇലക്ട്രീഷ്യൻസ് ഫൈൻ സോൾഡറിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. ഈ രണ്ടും ഓർത്ത് വെക്കുക, റസിൻ ആൻഡ് ടാലോ. ഇതാണ് ഇലക്ട്രീഷ്യൻ സോൾഡറിൽ ഉപയോഗിക്കൽ. മുകളിലുള്ള 1, 2, 3 എന്താണ് ഇലക്ട്രിക്കൽ പർപ്പസിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാറില്ല. അതിൻ്റെ കാരണം ഹൈലി കൊറോസീവ് ആണ്. പിന്നെ തുരുമ്പ് നല്ല കൂടുതൽ ആയിട്ട് വരുന്നത് കൊണ്ട് അത് ഉപയോഗിക്കാറില്ല. ഹൈഗ്രോസ്കോപ്പിക്. പിന്നെ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ ഹൈലി കൊറോസീവ് ആയതുകൊണ്ട് 1, 2, 3 ഉപയോഗിക്കാറില്ല. നമ്മൾ ബാക്കിയുള്ള ഈ 2 റസിൻ ആൻഡ് ടാലോ എന്നുള്ളതാണ് നമ്മൾ ഇലക്ട്രിക്കൽ സോൾഡറിൽ ഉപയോഗിക്കാറ്. ഇനി സോൾഡറിങ്ങിൻ്റെ മെത്തേഡുകൾ, ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് സോൾഡർ ചെയ്യാം. ഒന്നാമതായിട്ട് സോൾഡറിങ് വിത്ത് എ സോൾഡറിങ് അയൺ. ഇതാണ് സോൾഡറിങ് അയൺ. സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾഡർ ചെയ്യാം. ഇതൊരു സിമ്പിളായിട്ടുള്ളതും വളരെ വില കുറഞ്ഞതുമായൊരു ടൂളാണ്. സോൾഡറിങ് അയൺസ് ആർ അവൈലബിൾ ഇൻ എ വൈഡ് റേഞ്ച് ഓഫ് സൈസ് ആൻഡ് മോഡലും സൈസും വളരെ വൈഡ് റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ത്രൂ എ വയർ ഓർ കോയിൽ ഹീറ്റിംഗ് ഇറ്റ്. ഒരു റെസിസ്റ്റിവിറ്റി കൂടിയ ഒരു വയറിലൂടെ നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു വളരെ ഉയർന്ന ഹീറ്റ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. ഇതിൽ ഉള്ളിലടങ്ങി പിന്നെ സോൾഡറിങ് അയണിൻ്റെ ഉള്ളിൽ ഇവിടെ ടിപ്പാണ്, കോപ്പർ ടിപ്പ്. ഈ ടിപ്പാണ് ഇതുപയോഗിച്ചാണ് നമ്മൾ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ടിപ്പ്. ആ ടിപ്പ് ഇവിടുന്ന് ഇവിടെ വരെ ഉണ്ട്. ഇതാണ്. ഇനി സെറാമിക് സിലിണ്ടർ, രണ്ടാമത്തത് സെറാമിക് സിലിണ്ടർ, ഇത് തെർമോ റെസിസ്റ്റൻസ് സിലിണ്ടർ. ഇതും സെറാമിക് സിലിണ്ടറാണ്. നമുക്ക് ഇവിടെ കിട്ടുന്ന അതേ ടെമ്പറേച്ചർ പുറത്തേക്ക് നമ്മുടെ പിന്നെ ഈ ബോഡിയിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മൂന്നാമതായിട്ട് ഈ വയർ ദി ഹോൾഡ് ഹീറ്റർ കണക്റ്റഡ് ടു ടിപ്പ്. ഇവിടെ ഹീറ്ററാണ് ഈ കാണുന്നത്. ആ ഹീറ്ററും ടിപ്പുമായിട്ട് കണക്ട് ചെയ്ത വയറിൻ്റെ പിന്നെ ഹോൾഡറാണ്. പിന്നെ നാലാമത്തതാണ് ഹീറ്റർ വയറാണ്. നമ്മൾ സാധാരണയായിട്ട് നിക്രോം വയറാണ് ഇതിന് ഉപയോഗിക്കുക. നിക്രോമിൻ്റെ വയറാണ് ആ വയർ ദാറ്റ് ഹോൾഡ് ഹീറ്റർ കണക്റ്റഡ് ടു ദി ടിപ്പിൽ കണക്ട് ചെയ്ത ഹീറ്ററാണ്. ഈ സെറാമിക് സിലിണ്ടറിലാണ് നമ്മളിത് ചുറ്റിയിരിക്കുക എന്നാണ്. ഹീറ്റ് മാത്രമേ ഇതിൽ കടത്തി വിടുള്ളൂ. കറണ്ട് വിടാത്ത സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഈ ഹീറ്റിംഗ് എലമെൻറ്റ് ചുറ്റിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതൊരു മെറ്റൽ പൈപ്പുകളാണ്. ഇത് രണ്ടും നമ്മളെന്താണ് മുകളിലേക്ക് മെറ്റൽ പൈപ്പുകൾ മുകളിൽ നമ്മളെന്താണ് പിന്നെ ചൂട് കൂടുതലായിട്ട് ഇങ്ങോട്ട് എത്താതെ ഇതിനെ കവർ ചെയ്യാൻ, ഉള്ളിലുള്ളതിനെ കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ വയർ വിത്തിൻ തെർമോസ്റ്റാറ്റ് ഇൻസുലേഷൻ. ഇവിടെ ഇതിലേക്ക് എത്തേണ്ട വയർ, ഇത് ചൂടാവാനും വേണ്ടി എത്തേണ്ട വയറുകൾ ഇതിലങ്ങോട്ട് കൊടുത്തിരിക്കും. പിന്നെ തന്നെ ഇതിൻ്റെ ബോഡിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ട്. ആ ഹീറ്റിംഗ് എലമെൻ്റാണ് ഈ ടിപ്പിനെ ചൂടാക്കുന്നത്. ഈ ടിപ്പിനെ ചൂടാക്കുമ്പോൾ ഇത് ചൂടാകുമ്പോൾ സോൾഡർ പിന്നെ പെട്ടെന്ന് ഉരുകുന്ന മെറ്റലാണ് നമ്മൾ സോൾഡറായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് ഓർത്ത് വെക്കുക. ഈ മെത്തേഡിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദി ജോയിനിങ് സർഫേസ് ഈസ് ഫസ്റ്റ് ക്ലീൻഡ്. നമ്മൾ ജോയിൻ ചെയ്യേണ്ട സർഫേസ് ക്ലീൻ ആക്കണം. എന്നിട്ട് അവിടെ ദെൻ ഫ്ലക്സ് ഈസ് അപ്ലൈഡ് ഓവർ ദി സർഫേസ്. ആ സർഫേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലക്സ് അപ്ലൈ ചെയ്യുക.
ദെൻ ഹീറ്റിംഗ് എലമെൻറ്റ് ഇൻ ദി അയണിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ചൂടാക്കുക. അതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്തിട്ട് ഹീറ്റിംഗ് എലമെൻറ്റ് ചൂടാക്കുക. ബിറ്റ് ഈസ് ഹീറ്റഡ് ബൈ ദ ഹീറ്റിംഗ് എലമെൻറ്റ്. ഈ ഹീറ്റിംഗ് എലമെൻറ്റ് ചൂടാകുമ്പോൾ ബിറ്റ് ചൂടാവും. ഈ ബിറ്റ്, ദി ഫേസ് ഓഫ് ദ ബിറ്റ് ഈസ് ദി പാർട്ട് ഓഫ് ദി അയൺ യൂസ്ഡ് ടു മേക്ക് കോണ്ടാക്ട് വിത്ത് ദി സർഫേസ് ടു ബി സോൾഡേഡ്. സോൾഡർ ചെയ്യേണ്ട സർഫേസ് എവിടെയാണ് അവിടെ നമ്മൾ ഈ ബിറ്റ് കൊണ്ടുവെക്കുക. അപ്പോൾ എന്ത് ചെയ്യും, സോൾഡറിൻ്റെ സർഫേസ് ചൂടാവും. ദി ജോയിൻറ്റ് ദെൻ ഹീറ്റഡ്. ആ ജോയിൻ്റ് ചെയ്യേണ്ട സ്ഥലം ഹീറ്റാവും. ആൻഡ് ദി സോൾഡർ ഈസ് കെപ്റ്റ് ഓവർ ദ സർഫേസ് ടു ബി സോൾഡേഡ്. നമുക്ക് ചെയ്യേണ്ട സർഫേസ് എവിടെയാണോ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഈ സോൾഡർ അപ്ലൈ ചെയ്യുക. ആൻഡ് ഹീറ്റ് ഈസ് അപ്ലൈഡ് ബൈ കീപ്പിംഗ് ദി സോൾഡറിങ് അയൺ ടിപ്പ് ഓവർ ഇറ്റ്. ആ എന്താണോ സോൾഡർ ചെയ്യേണ്ട ഇതിൻ്റെ മുകളിൽ നമ്മൾ സോൾഡറിങ് അയണിൻ്റെ ടിപ്പ് അവിടെ തന്നെ വെച്ച് നിൽക്കുക. അപ്പോൾ സോൾഡർ മെൽറ്റാവും, ഉരുകും. എന്നിട്ട് എന്ത് ചെയ്യും, സ്പ്രെഡ് ഓൺ ദ സർഫേസ് ഈവൻറ്റ്. ആ സർഫേസിൽ മുഴുവനായിട്ടും എന്ത് ചെയ്യും, ഈ സോൾഡർ പരന്നിട്ട് അവിടെ ഒരു ജോയിൻ്റ് ആയിട്ട്, എന്നിട്ട് നമ്മൾ ഈ സോൾഡറിങ് അയൺ അവിടെ നിന്ന് എടുക്കുമ്പോൾ അത് തണുക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു ജോയിൻ്റ് ആയിട്ട് മാറും. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിങ് അയൺ. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ സോൾഡറിങ് അയൺ ടെമ്പറേച്ചർ കൺട്രോളൊന്നുമില്ല. 35 വാട്ട് അല്ലെങ്കിൽ 25 വാട്ട് അല്ലെങ്കിൽ 75 വാട്ട്, ഇങ്ങനെ നമുക്ക് ഓരോ വാട്ടേജിലുള്ളത് കിട്ടും. അതിൽ എന്താണ് 25 വാട്ടിൻ്റെ ആണ് 25 വാട്ടിൻ്റെ ആ ചൂട് എപ്പോഴും സെയിം ആയിരിക്കും. നമുക്ക് ഈ സോൾഡറിങ് അയണിൽ, ഈ കാണുന്ന സോൾഡറിങ് അയണിൽ എന്ത് ചെയ്യാം, നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും എന്താണ് ഫൈൻ സോൾഡറിനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക് കമ്പൗണ്ടൊക്കെ സോൾഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഫൈൻ സോൾഡർ വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ മതി. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന സോൾഡറിങ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രിക്കൽ സോൾഡർ ചെയ്യാൻ എപ്പോഴും പറ്റില്ല. അപ്പോൾ ഇതാണെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിങ് അയണാണ് നമ്മുടെ അടുത്തുള്ളതെങ്കിൽ നമുക്ക് ഏത് വർക്കിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഫോർ സോൾഡറിങ് മിനിയേച്ചർ കമ്പൗണ്ട് ഓൺ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൽ നമുക്ക് സോൾഡർ ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിങ് അയണാണ് നമ്മൾ ഉപയോഗിക്കുക. ദി ഇലക്ട്രിക്കൽ സപ്ലൈ ഗിവൺ ടു ദി സോൾഡറിങ് അയൺ ഈസ് ഓഫ് ലോ വോൾട്ടേജ്. വളരെ ലോ വോൾട്ടേജിലുള്ള ഇലക്ട്രിക്കൽ സപ്ലൈ ആണ് നമ്മൾ സോൾഡറിങ് അയണിലേക്ക് കൊടുക്കുക. ആൻഡ് ഈസ് കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ഫ്രം ദി മെയിൻ സപ്ലൈ ആയിട്ട് ഐസൊലേറ്റ് ചെയ്തിരിക്കും. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുക്കുക. അത് ലോ വോൾട്ടേജ് ആയിരിക്കും, ഇതിൽ നിന്ന് വരുന്നത് ലോ വോൾട്ടേജിലായിരിക്കും. നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ലോ വോൾട്ടേജ് ഡസ് നോട്ട് എൻഡേഞ്ചർ ദ ലൈഫ് ഓഫ് ദി യൂസറിൻ്റെ ലൈഫിന് ഡേഞ്ചർ അല്ല. ആൻഡ് വിൽ ആൾസോ നോട്ട് സ്പോയിൽ ദി സെൻസിറ്റീവ് ഇലക്ട്രോണിക് കമ്പൗണ്ടുകൾ കത്തിപ്പോവില്ല. കൺട്രോൾ ടെമ്പറേച്ചർ മേക്സ് ദി ജോബ് ഈസി ഫോർ ദി യൂസർ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് തന്നെ ജോബ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് സോൾഡറിങ് വിത്ത് എ സോൾഡറിങ് ഗണ്ണ്. ഇതാണ് സോൾഡറിങ് ഗണ്ണ് എന്ന് പറയുന്ന സാധനം. ആ സോൾഡറിങ് ഗണ്ണ് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾഡർ ചെയ്യാം. ദിസ് മെത്തേഡ് യൂസ്ഡ് ഫോർ ഇൻഡിവിജ്വൽ സോൾഡറിങ്ങിനാണ് ഇത് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഫോർ സർവീസിങ് ആൻഡ് റിപ്പയറിങ് വർക്കിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ദി ടെമ്പറേച്ചർ ഈസ് ഡിഫിക്കൽട്ട് ടു ചെക്ക് ആൻഡ് ഓവർ ഹീറ്റിംഗ് ക്യാൻ ഈസിലി ഒക്കർ. ഓവർ ഹീറ്റിംഗ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അടുത്തത് സോൾഡറിങ് വിത്ത് എ ഫ്ലെയിം ഉപയോഗിച്ച് നമ്മൾ സോൾഡർ ചെയ്യാം. ഇത് ഉപയോഗിക്കുന്നത് സോൾഡറിങ് വിത്ത് എ ഫ്ലെയിം ഈസ് യൂസ്ഡ് വെൻ ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോൾഡറിങ് അയൺ ഈസ് ഇൻസഫിഷ്യൻറ്റ്. സോൾഡറിങ് അയണിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി പോരാ എന്ന് നമുക്ക് തോന്നുന്ന സ്ഥലത്താണ് സോൾഡറിങ് വിത്ത് ഫ്ലെയിം ഉപയോഗിക്കുക. ദിസ് മെത്തേഡ് പെർമിറ്റ് റാപ്പിഡ് ഹീറ്റിംഗ്, പെട്ടെന്ന് ഹീറ്റാവും. ആൻഡ് ഈസ് യൂസ്ഡ് പ്രൈമർലി ഫോർ ലാർജ് ജോബ്, വലിയ ജോബുകൾക്കാണ് നമ്മളിത് ഉപയോഗിക്കുക. സച്ച് എ പൈപ്പിംഗ് ആൻഡ് കേബിളിംഗ് വർക്ക്. നമ്മൾ കേബിൾ ജോയിൻ്റ് ചെയ്യാൻ, പൈപ്പ് ജോയിൻ്റ് ചെയ്യാൻ ഒക്കെയാണ് ഇത് ഉപയോഗിക്കുക. വെഹിക്കിൾ ബോഡി റിപ്പയർ ചെയ്യുമ്പോൾ ആൻഡ് സം അപ്ലിക്കേഷൻ ഇൻ ദി ബിൽഡിംഗ് ട്രേഡിലൊക്കെയാണ് സോൾഡറിങ് വിത്ത് ഫ്ലെയിം ഉപയോഗിക്കുക. ദിസ് മെത്തേഡ് റിക്വയർഡ് സ്കിൽഫുൾ മാനേജ്മെൻറ്റ് ഓഫ് ദ ഫ്ലെയിം. ആ ഫ്ലെയിം കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനുള്ള സ്കില്ലുണ്ടായിരിക്കണം ഇത് ഉപയോഗിക്കുമ്പോൾ. ഇതിനുപയോഗിക്കുന്ന പഴയ ടൈപ്പ് ബ്ലോ ലാമ്പായിരുന്നു പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത് ബ്ലോ ലാമ്പ്. ഇതിൻ്റെ പേര് ബ്ലോ ലാമ്പാണെന്നുള്ളത് ഓർത്ത് വെക്കുക. നമ്മുടെ ഇലക്ട്രീഷ്യൻ വർക്ക്ഷോപ്പിലൊക്കെ ഇതുണ്ട്. ഇത് എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മണ്ണെണ്ണ പാർന്നിട്ട് നമ്മൾ ഇത് പ്രഷറൈസ് ചെയ്ത് നമ്മളിത് ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ തീ കൊടുത്താൽ അത് കത്തുന്ന രീതിയിലാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യിക്കുക. ഇപ്പോൾ പുതിയ മോഡലാണെങ്കിൽ ഇവിടെ
ബ്യൂട്ടേൻ ഗ്യാസ്, ഇതിൽ ഗ്യാസ് ഉണ്ടാവും, ആ ഗ്യാസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിവിടെ പിന്നെ ഫയർ ആക്കുമ്പോൾ എന്ത് ചെയ്യും കറക്റ്റായിട്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്നത് ബ്യൂട്ടൻ ഗ്യാസ് ബ്ലോ ടോർച്ച്, ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും, ഇത് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുക. അടുത്ത ഡിപ്പ് സോൾഡറിങ്, മുക്കിയിട്ട് ഡിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മുക്കുക, എന്താണ് മോൾട്ടൺ സോൾഡറിലേക്ക്. ദിസ് മെത്തേഡ് യൂസ് ഫോർ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ, വളരെ കൂടുതൽ നമ്മൾ ചെയ്യാനുള്ളത് ആണ്. ആൻഡ് ഫോർ ടിന്നിങ് വർക്ക് സിമിലർ ടു കമ്പൗണ്ട് സോൾഡറിങ്, കമ്പൗണ്ടുകൾ സോൾഡർ ചെയ്യാൻ വേണ്ടി അതിന് ഒന്ന് മുക്കുക. പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൽ PCBൻ്റെ നമ്മൾ എന്ത് ചെയ്യുക സോൾഡർ ഒക്കെ വെച്ചിട്ട് ഒന്ന് മുക്കുക എന്നുള്ളതാണ്. ഇതിൽ കമ്പൗണ്ട് ടു ബി സോൾഡേഡ്, ഏതൊക്കെ കമ്പൗണ്ടുകൾ സോൾഡർ ചെയ്യാനുള്ള കമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ടിൻ ചെയ്യാനുള്ള കമ്പൗണ്ടുകൾ ഡിപ്ഡ് ഇൻ ടു എ ബാത്ത് ഓഫ് മോൾട്ടൺ സോൾഡർ, ഉരുകിയ സോൾഡറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് മുക്കിയെടുക്കുക. ഇറ്റ് ഈസ് ഹീറ്റഡ് ഇലക്ട്രിക്കലി ഹീറ്റാക്കിയിട്ട് നമ്മൾ ഉരുക്കി വെച്ച സോൾഡറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് മുക്കി അതിലേക്കൊന്ന് മുക്കിയിട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രോസസ്സ്. പിന്നെ മെഷീൻ സോൾഡറിങ്, ദിസ് മെത്തേഡ് ഈസ് യൂസ് ഫോർ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ, ബൾക്ക് പ്രൊഡക്ഷനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡൊക്കെ പുതിയതായിട്ട് വരുന്നതൊക്കെ മെഷീൻ സോൾഡറിങ് ആണ്. ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ദാറ്റ് മോൾട്ടൺ സോൾഡർ ഓർ എ മിക്സർ ഓഫ് ഓയിൽ, പിന്നെ ഉരുക്കിയ സോൾഡർ അതിലേക്ക് പിന്നെ ഉപയോഗിച്ചിട്ടാണിത് ചെയ്യണത്. ഈ മോൾട്ടൺ സോൾഡർ ഈസ് സെറ്റ് ടു എ റാപ്പിഡ് മോഷൻ, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും മോഷനിലുള്ള പിന്നെ എന്താണ് നമ്മൾ ഉരുക്കിയ സോൾഡർ ഇങ്ങനെ പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കും. ദസ് ബ്രേക്കിംഗ് അപ്പ് ദ ഓക്സൈഡ് ഫിലിം പിന്നെ ഇല്ലാതിരിക്കാനും വേണ്ടി അത് ഒഴുകിക്കൊണ്ടിരിക്കും. ദി സോൾഡർ കംസ് ഇൻ ടു ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദി കോമ്പൗണ്ട്, നമ്മൾ ആ ഏതാണ് കോമ്പൗണ്ട് സോൾഡർ ചെയ്യേണ്ടത് അത് എന്ത് ചെയ്യും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയിട്ട് ടു ബി സോൾഡർ എൻഡിന് വരെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഈ സോൾഡറിങ് മെഷീൻ ഓഫ് ഡിഫറെൻറ്റ് ഡിസൈൻ ഉള്ള സോൾഡറിങ് മെഷീൻ ഉണ്ട്. വേവ് സോൾഡറിങ്, കാസ്കാഡ് സോൾഡറിങ്, ജെറ്റ് സോൾഡറിങ്, അങ്ങനെ കുറേ സോൾഡറിങ് മെഷീനുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. എക്യുപ്മെൻറ്റ് ഫോർ മെഷീൻ സോൾഡറിങ് ഈസ് എക്സ്പെൻസീവ് ആണ്, വളരെ ചിലവ് കൂടിയതാണ്. ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഹൈ ആണ്. പിന്നെ ആക്യുറേറ്റ് ടെമ്പറേച്ചർ കൺട്രോൾ ക്യാൻ ബി അറേഞ്ച്ഡ്, നമുക്ക് ആക്യുറേറ്റ് ടെമ്പറേച്ചർ കൺട്രോൾ നമുക്കതിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. പാർട്ട് ഓഫ് ദീസ് ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളല്ലാത്ത എന്താണ് സോൾഡറിങ് അയേൺ, പിന്നെ എന്താണ് കൺട്രോൾഡ് സോൾഡറിങ് അല്ലേ, കൺട്രോൾ ചെയ്യാൻ പറ്റിയ സോൾഡറിങ് അയേൺ, പിന്നെ ഡിപ്ഡ് സോൾഡറിങ് അയേൺ, പിന്നെ എന്താണ് അങ്ങനെ കുറേ ടൈപ്പ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. അതിന് പുറമെ ഇത് ഏത് രീതിയിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് റെസിസ്റ്റൻസ് സോൾഡറിങ്, പിന്നെ ഇൻഡക്ഷൻ സോൾഡറിങ്, ഹീറ്റിങ് ഇൻഡക്ഷൻ വഴിയാണെങ്കിൽ ഇൻഡക്ഷൻ സോൾഡറിങ്, പിന്നെ ഓവൻ സോൾഡറിങ് ഇൻ വെജിറ്റബിൾ ഓയിൽ, സോൾഡറിങ് ബൈ ഹോട്ട് ഗ്യാസ്, ഇങ്ങനെയും തരംതിരിച്ചിട്ടുണ്ട്. ഇനി സോൾഡറിങ് അലൂമിനിയം കേബിൾ, ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ കോപ്പർ കണ്ടക്ടർ സോൾഡർ ചെയ്യാനുള്ള മെത്തേഡാണ്. ഇനി അലൂമിനിയം കേബിൾ ആണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ് സോൾഡറോ ഫ്ലക്സോ മതിയാകാതെ വരും. അപ്പോൾ അലൂമിനിയം കണ്ടക്ടർ സോൾഡർ ചെയ്യണമെങ്കിൽ പ്രത്യേകം ഉള്ള സോൾഡറുകൾ വേണം. അപ്പോൾ സോൾഡറിങ് അലൂമിനിയം കണ്ടക്ടർ ഈസ് മോർ ഡിഫിക്കൽട്ട്, നമ്മൾ സാധാരണയിൽ കവിഞ്ഞ് എന്താണ് ഈ സോൾഡറിങ് കോപ്പർ കണ്ടക്ടേഴ്സ് സോൾഡർ ചെയ്യുന്ന അത്ര എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അലൂമിനിയം കണ്ടക്ടർ സോൾഡർ ചെയ്യാൻ പറ്റില്ല. ഹൈലി ടെനാഷ്യസ് refractory and stable nature of the oxide film which forms immediately on any aluminum exposed to air. എയറുമായിട്ട് അലൂമിനിയം പിന്നെ കോണ്ടാക്റ്റ് വരുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് ഓക്സൈഡ് ഫിലിം ഫോം ചെയ്യും. കോപ്പറിൻ്റേത് പോലല്ല, പെട്ടെന്ന് ഓക്സൈഡ് ഫിലിം പിന്നെ ഫോം ചെയ്തുകൊണ്ട് ഇത് എന്താണ് കോപ്പറിനേക്കാൾ ഡിഫിക്കൽട്ടാണ് ഇതിൽ ചെയ്യാൻ. ദിസ് ഓക്സൈഡ് ഫിലിം ഡസ് നോട്ട് അലോ ദി സോൾഡർ പറ്റിപ്പിടിക്കാൻ എന്ത് ചെയ്യില്ല, ഈ ഓക്സൈഡ് ഫിലിം അനുവദിക്കില്ല ടു വെറ്റ് ദി സർഫേസ് ടു ബി സോൾഡേഡ് ആൻഡ് ആൾസോ പ്രിവെൻറ്റ് ദി സോൾഡർ ഫ്രം എൻ്ററിങ് ദി ഇൻറ്റീരിയർ സർഫേസ് ബൈ കാപ്പിലറി ആക്ഷൻ എന്നാണ്. എല്ലാ സോൾഡറിൻ്റെ അവിടെ എല്ലാ പിന്നെ പരന്ന് ഒഴുകാൻ ഇത് സമ്മതിക്കില്ല ഈ ഓക്സൈഡ് ഫിലിം. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സോൾഡർ ആൻഡ് ഫ്ലക്സസ് ആർ യൂസ്ഡ് ഫോർ അലൂമിനിയം സോൾഡറിങ്. അലൂമിനിയം സോൾഡറിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ സോൾഡറും ഫ്ലക്സും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അലൂമിനിയത്തിൽ ഉപയോഗിക്കുന്ന അതിലെന്താണ് മാറ്റം എന്താണെന്നുള്ളത് വെച്ചാൽ സ്പെഷ്യൽ സോഫ്റ്റ് സോൾഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഹാവിങ് എ സ്മാൾ പെർസെൻറ്റേജ് ഓഫ് സിങ്ക് ഈസ് യൂസ്ഡ്. ടിന്നും ലെഡും ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത് കോപ്പറിൽ. ഇതിനെന്ത് ചെയ്യണം, സിങ്ക് കുറച്ച് ഉപയോഗിക്കണം. യൂസ്ഡ് ഫോർ ജോയിനിങ് അലൂമിനിയം കണ്ടക്ടർ. അലൂമിനിയം കണ്ടക്ടറിൽ ജോയിൻ ചെയ്യാനും വേണ്ടി നമ്മൾ സോൾഡർ ഉണ്ടാക്കുമ്പോൾ ടിന്നും ലെഡും മാത്രം പോരാ, എന്തുകൂടി വേണം, സിങ്കും കൂടി കുറച്ച് ഉപയോഗിക്കണം. അതാണ് ഇതിലുള്ള മാറ്റം. എ ടിപ്പിക്കൽ കമ്പോസിഷൻ ഓഫ് സോൾഡർ വിത്ത് 51% ലെഡ്, 31% ലെഡ് ടിന്ന്, 9% സിങ്ക് ആൻഡ് 9% കാഡ്മിയം. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ പിന്നെ അലൂമിനിയം സോൾഡറിനുള്ള ഇത്. ഇതിൻ്റെ ബ്രാൻഡ് നെയിം ഇത് ഇടയ്ക്ക് പിന്നെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ബ്രാൻഡ് നെയിം നമ്മൾ ഉണ്ടാക്കുന്ന ബ്രാൻഡ് നെയിമിനനുസരിച്ചാണ് പറയുക. അൽക്കാപ്പി സോൾഡർ ഈസ് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ് ഫോർ സോൾഡറിങ് അലൂമിനിയം കണ്ടക്ടർ. അലൂമിനിയം കണ്ടക്ടർ സോൾഡർ ചെയ്യാനുള്ള മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ് നെയിമാണ് അൽക്കാപ്പി. സോൾഡറിൻ്റെ പേര് അൽക്കാപ്പി എന്നുള്ളത് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അഡീഷണൽ സ്പെഷ്യൽ സോൾഡർ ബൈ കേരളൈറ്റ്. കേരളൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോൾഡറിങ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ്, പിന്നെ അലൂമിനിയം സോൾഡറിങ്ങിന് വേണ്ടി പ്രത്യേക സോൾഡർ ഉപയോഗിക്കണം. അതിൻ്റെ പ്രത്യേകത എന്താണ്, സിങ്ക് കുറച്ച് അതിൽ കൂട്ടണം അല്ലേ. നേരത്തെ ടിന്നും ലെഡും ആയിരുന്നു നമ്മൾ പറഞ്ഞത്, അതിൻ്റെ കൂടെ സിങ്കും കൂടി ആഡ് ചെയ്താണ് ഉണ്ടാവുക. അതിൻ്റെ ബ്രാൻഡ് നെയിം ഓർത്ത് വെക്കുക, അൽക്കാപ്പി ആൻഡ് കേരളൈറ്റ്. ഇനി ഫ്ലക്സ് ആണെങ്കിൽ ഫ്ലക്സിൻ്റെ മാറ്റം ഇൻ സോൾഡറിങ് അലൂമിനിയം കണ്ടക്ടേഴ്സ് ഓർഗാനിക് ഫ്ലക്സ് ആണ് ഉപയോഗിക്കുക. ഓർത്ത് വെക്കുക, ഓർഗാനിക് ഫ്ലക്സ് ഓഫ് റിയാക്ഷൻ ടൈപ്പ് ഓർഗാനിക് ഫ്ലക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അതാണ് ഫ്രീ ഫ്രം ക്ലോറൈഡ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ സോഫ്റ്റ് സോൾഡറിങ് ആർ യൂസർ. സോഫ്റ്റ് സോൾഡറിങ്ങിന് ഉപയോഗിക്കുന്നത് എന്താണ്, അത് ഫ്രീ ഫ്രം ക്ലോറൈഡ് ആണ്. ദി കോമ്പോസിഷൻ ഓഫ് ദി ഓർഗാനിക് ഫ്ലക്സസ് ഡീകമ്പോസ് അറ്റ് അപ്രോക്സിമറ്റ്ലി 250°C ഡീകമ്പോസ് ചെയ്യും. പിന്നെ ടു എഫക്ട് ദി റിമൂവൽ ഓഫ് ദ ഓക്സൈഡ് ഫിലിം ആൻഡ് ആൾസോ ടു അസിസ്റ്റ് ദി എന്താണ്, ഇത് ഓക്സൈഡ് ഫിലിമിനെ റിമൂവ് ചെയ്യും ആൻഡ് ആൾസോ അസിസ്റ്റ്, അത് സഹായിക്കും. ഇത് സ്പ്രെഡിങ് ഓഫ് ദി മോൾട്ടൺ സോൾഡർ, ഉരുകിയ സോൾഡറിനെ സ്പ്രെഡ് ചെയ്യാൻ എല്ലാ സ്ഥലത്തും പിന്നെ സ്പ്രെഡ് ചെയ്യാനും വേണ്ടി സഹായിക്കുകയും ചെയ്യും. ടിന്നിങ് ദി ഡിയോക്സൈഡ് സർഫേസ് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് എന്ത് ചെയ്യും, ഡിയോക്സൈഡ് ചെയ്യാനും വേണ്ടി സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ എന്താണ്, റിയാക്ഷൻ ടൈപ്പ് ഓർഗാനിക് ഫ്ലക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അതിൻ്റെ കൊമേഴ്സ്യൽ നെയിം ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതാണ് കൊമേഴ്സ്യൽ നെയിം കൈനൽ ഫ്ലക്സ് അല്ലെങ്കിൽ അയർ നമ്പർ 7. അപ്പോൾ ഫ്ലക്സ്, കൈനൽ ഫ്ലക്സ്, അയർ നമ്പർ 7. പിന്നെ എന്താണ്, സോൾഡർ ആണെങ്കിൽ കേരളൈറ്റ് അല്ലെങ്കിൽ അൽക്കാപ്പി. ഇത് നാലും ഓർത്ത് അൽക്കാപ്പി, കേരളൈറ്റ്, അത് സോൾഡറിൻ്റെ ബ്രാൻഡ് നെയിമാണ്. ഇത് ഫ്ലക്സിൻ്റെ ബ്രാൻഡ് നെയിം, കൊമേഴ്സ്യൽ നെയിം കൈനൽ ഫ്ലക്സ് അല്ലെങ്കിൽ അയർ നമ്പർ 7. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ എന്താണ്, മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഓർഗാനിക് ഫ്ലക്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, എബോ 360° കഴിയുമ്പോഴേക്കും അതെന്ത് ചെയ്യും, അത് പിന്നെ ചാരമാവും. അതുകൊണ്ട് തന്നെ ദി ചാരിങ് ദി കോസ്ഡ് റാൻഡം ഓഫ് ഫ്ലക്സ് ഇൻ എക്സിബിറ്റ് ആൻഡ് ഗീവ് റൈസ് ടു ഡേഞ്ചർ ഓഫ് ക്രിയേറ്റിംഗ് വോയിഡ്സ് ഇൻ ദി ജോയിൻറ്റിൽ കുമിളകൾ ഉണ്ടാക്കും ഡ്യൂ ടു ചാർഡ് ഫ്ലക്സ് റെസിജി. ഫോർ ദിസ് റീസൺ, അതുകൊണ്ട് തന്നെ എന്താണ്, കൂടുതൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദി ടെമ്പറേച്ചർ ഓഫ് ദി സോൾഡർ ഡ്യൂറിങ് ദി ഓപ്പറേഷൻ മെയിൻറ്റെയിൻ വെൽ. 360°യിലും കൂടാൻ പാടില്ല. 360°C നമ്മൾ നിയന്ത്രിച്ച് നിർത്തണം അലൂമിനിയം പിന്നെ സോൾഡർ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഓർഗാനിക് ഫ്ലക്സ് ആയതുകൊണ്ട് അത് ചാറായിട്ട് പിന്നെ കരിയായിട്ട് മാറും. ഇനി ബേസിക് ഡിഫറൻറ്റ് ബിറ്റ്വീൻ സോൾഡറിങ് ആൻഡ് ബ്രേസിങ്. സോൾഡറിങ്ങും ബ്രേസിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ബ്രേസിങ് എന്ന് പറഞ്ഞാൽ ജോയിനിങ് ടു മെറ്റൽ ബൈ ഹീറ്റിംഗ് ആൻഡ് മെൽറ്റിംഗ് എ ഫില്ലർ അല്ലെങ്കിൽ അലോയ് ദാറ്റ് ബോൺസ് ടു ദ ടു പീസ് ഓഫ് മെറ്റൽ ആൻഡ് ജോയിൻസ് ദം. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത്. എന്താണ്, രണ്ട് മെറ്റലുകൾ ഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു അലോയ്, അതിന് ഫില്ലർ മെറ്റൽ എന്നാണ് ബ്രേസിങ്ങിൽ പറയുക. നമ്മൾ അലോയ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, മെൽറ്റ് ചെയ്തിട്ട് അത് ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്യുക, എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുന്നതാണ്. ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞത്, പിന്നെ സോൾഡറിങ്ങിലും പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ മാറ്റം ഈസ് എ ലോ ടെമ്പറേച്ചർ അൺലോക്ഡ് ബ്രേസിങ്. ബ്രേസിങ്ങിനെ അപേക്ഷിച്ച് സോൾഡറിങ് എന്ത് ചെയ്യും, ലോ ടെമ്പറേച്ചറിലായിരിക്കും വർക്ക് ചെയ്യുക. ഒരു ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറാണ് ബ്രേസിങ് എന്നും ലോ ടെമ്പറേച്ചറാണ് സോൾഡറിങ് എന്ന് പറയും. അപ്പോൾ ഇത് അമേരിക്കൻ വെൽഡിംഗ് സൊസൈറ്റി ഡെഫിനിഷൻ അനുസരിച്ച് സോൾഡറിങ് ടേക്ക് പ്ലേസ് വിത്ത് ഫില്ലർ ആൾസോ നോൺ ആസ് സോൾഡർ എന്ന് പിന്നെ സോൾഡറിങ്ങിലും ബ്രേസിങ്ങിൽ
ഫില്ലർ മെറ്റൽ എന്ന് നമ്മൾ പറയാം. ദാറ്റ് മെൽറ്റ് ബിലോ 840 ഡിഗ്രി ഫാരഡ് ഓർ 450 ഡിഗ്രി സെൽഷ്യസിനും കുറവാണ് ടെമ്പറേച്ചർ എങ്കിൽ അതിന് നമ്മൾ സോൾഡറിങ് എന്നും, 450 ഡിഗ്രി സെൽഷ്യസിനും കൂടുതലുള്ള ചൂടിലാണ് നമ്മൾ പിന്നെ ഇത് ചെയ്യേണ്ടതെങ്കിൽ അതിനെ ബ്രൈസിങ് എന്നാണ് പറയുക. അപ്പോൾ ബ്രൈസിങ് സോൾഡറിങ് നമ്മൾ വ്യത്യാസം പഠിച്ച് പിന്നെ ഓർത്ത് വെക്കുക. എന്താണ് ഈ 840 ഡിഗ്രി ഫാരഡ് അല്ലെങ്കിൽ 450 ഡിഗ്രി സെൽഷ്യസിലും കുറവാണെങ്കിൽ അതിന് നമ്മൾ സോൾഡറിങ് എന്നും, 450 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 850 ഡിഗ്രി ഫാരൻ്റെ കൂടുതലുള്ള ആണ് ഇത് ചെയ്യണതെങ്കിൽ അതിനെ ബ്രൈസിങ് എന്നാണ് പറയുക. അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നെ ഇത് നമ്മളുടെ വ്യത്യാസം. ഇനി സോൾഡറിങ് എങ്ങനെയാണത് ചെയ്യണത് നോക്കുക. നമ്മൾ എന്താണ് സോൾഡർ ചെയ്യാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഫ്ലക്സ് പിന്നെ അതിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് തന്നെ സോൾഡറാണ് ഈ കാണുന്നത്. പിന്നെ എന്താണ് ഇത് സോൾഡറിങ് അയൺ ആണ്. സോൾഡർ ചെയ്യാൻ നമ്മൾ ഇത് ചൂടാക്കുക. സോൾഡറിങ് അയൺ പിന്നെ നമ്മൾ ചൂടാക്കുക. രണ്ട് മെറ്റൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കാനുള്ള മെത്തേഡാണ് സോൾഡറിങ് അയൺ. അതിന് ഉപയോഗിക്കുന്ന അലോയാണ് സോൾഡർ. ആ സോൾഡറിന് പിന്നെ എന്താണ് സോൾഡറിങ് അയൺ. ആ അലോയി ആയിട്ടുള്ള സോൾഡറിനെ ഉരുക്കിയിട്ട് അത് എന്താണ് അതിൻ്റെ പിന്നെ മെൽറ്റിംഗ് പോയിൻ്റ് കുറവാണ്. ആ മെൽറ്റിംഗ് പോയിൻ്റ് കുറവുള്ള പിന്നെ സോൾഡറിനെ ഉരുക്കാനും വേണ്ടിയാണ് നമ്മൾ പിന്നെ സോൾഡറിങ് അയൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സോൾഡറിങ് അയൺ എവിടെയാണോ നമ്മൾ ഇത് PCB ആണ്. ആ PCBയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഏതൊക്കെയാണോ വെക്കേണ്ടത് ആ PCBൻ്റെ ഹോളിലേക്ക് നമ്മൾ വെക്കേണ്ട കപ്പാസിറ്റർ പിന്നെ അങ്ങനത്തെ എല്ലാ കോമ്പൗണ്ടുകളും അതിൽ വെക്കുക. എന്നിട്ടും അതിൻ്റെ തിരിച്ച് വെക്കുക. തിരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ചൂടായ സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് നമ്മളത് സോൾഡർ ഉരുക്കുക. ആ സോൾഡർ അവിടെ പറ്റി പിടിക്കും. അതിൻ്റെ ടിപ്പിലുണ്ടാവും. ആ ടിപ്പിൽ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ സോൾഡർ ചെയ്യാം. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ വയറുകൾ ജോയിൻ്റ് ചെയ്യാൻ നമുക്കിത് ഉപയോഗിക്കാം. ഈ വെൽഡിങ്ങിൽ ആയിട്ടുള്ള മാറ്റം എന്താണ്, നമ്മൾക്ക് ഇതിൽ വെൽഡിങ്ങിൽ രണ്ട് നമ്മളെ പിന്നെ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്നെ ഫില്ലർ മെറ്റലും അതേപോലെ തന്നെ പിന്നെ നമ്മൾ സോൾഡർ ചെയ്യേണ്ട സാധനവും ഉരുകും. ഇതിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. ഇനി ബ്രൈസിങ് ആണെങ്കിൽ ബ്രൈസിങ് പിന്നെ സോൾഡറിങ്ങിനേക്കാൾ എന്താണ് കൂടുതൽ ചൂട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് പിന്നെ ബ്രൈസിങ് ഉപയോഗിക്കുക. അപ്പോൾ എന്താണ് ബ്രൈസിങ് നമ്മൾ ഉപയോഗിക്കുക. ബ്രൈസിങ് എസെൻഷ്യലി സിമിലർ ടു സോൾഡറിങ്ങിൻ്റെ അതേപോലെ തന്നെയാണ്. ബട്ട് ഗീവ്സ് എ മച്ച് സ്ട്രോങ്ങർ ജോയിൻറ്റ് ദാൻ സോൾഡറിങ്ങിനേക്കാൾ സ്ട്രോങ്ങർ ജോയിൻറ്റ് വേണ്ടടുത്ത് അതിൻ്റെ ഡിഗ്രി പിന്നെ 450 ഡിഗ്രി സെൽഷ്യസിനും കൂടുതലായിരിക്കും. വെൽഡിങ് ടോർച്ച്, ഫ്ലക്സ് മെറ്റീരിയൽ, ഫില്ലർ റോഡ്, പിന്നെ വർക്ക് പീസ്. അതെന്താണത് പിന്നെ എന്താണ് MRACയിൽ അല്ലേ, AC നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒക്കെ ബാക്കിലുള്ള ട്യൂബ് അത് പിന്നെ ജോയിൻ ചെയ്യാനും വേണ്ടി കൂടുതൽ MRACയിൽ നമ്മൾ പിന്നെ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഇത് ആ ഫില്ലർ മെറ്റൽ അവിടെ ഫ്ലക്സ് അതിലേക്ക് ആക്കിയിട്ട് എന്നിട്ട് ആ ഫില്ലർ മെറ്റൽ എന്ത് ചെയ്യുക, ചൂടാക്കിയ സ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ രണ്ട് പിന്നെ പൈപ്പും കൂടി ജോയിൻ ചെയ്യാനും വേണ്ടിയാണ് അത് ചെയ്യണത്. ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് പിന്നെ സ്കില്ല് വേണം. സ്കില്ല് വേണ്ട ഒരു വർക്കാണ്. ഈ ഫില്ലർ മെറ്റൽ എന്ത് ചെയ്യും, ഒരു ലിക്വിഡ് ആയിട്ട് എന്ത് ചെയ്യും, അത് പിന്നെ പറ്റിപ്പിടിക്കും. ആ ഉരുകിയ മെറ്റൽ അത് എന്ത് ചെയ്യും, ജോയിൻ്റായിട്ട് മാറും. പിന്നെ അതിൻ്റെ പിന്നെ തണുക്കുമ്പോൾ അതൊരു ജോയിൻ്റായിട്ട് മാറും. ഇങ്ങനെയാണ് അത് പിന്നെ ബ്രൈസിങ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ പഠിച്ചത് സോൾഡറിങ്ങിൻ്റെ ടൈപ്പുകൾ അല്ലേ, സോൾഡറിങ്ങിൻ്റെ ആവശ്യകത, അതേപോലെ തന്നെ സോൾഡറിങ്ങിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു. പിന്നെന്താണ് അലൂമിനിയം കണ്ടക്ടറിലെ സോൾഡറും ഫ്ലക്സ് അതിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ സോൾഡറിങ്ങും ബ്രൈസിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കി പഠിച്ച് എല്ലാവരും പിന്നെ ഇത് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ഒരു വർക്കാണ്. ഇത് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.